സെബിയുടെ റിസർച്ച് അനലിസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. അവർക്ക് മാത്രമേ ഇപ്പോൾ ആസ് പെർ സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ക്ലയൻസിന് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. സോ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു റിസർച്ച് അഡ്വൈസറി ഇതുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടും ഫ്രീ ആയിട്ട് അഡ്വൈസറി സർവീസ് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തുണ്ട്. പല ആൾക്കാർക്കും അത് അറിയുന്നില്ല. പല ആൾക്കാരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറ്റിക്കപ്പെടാറുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റോക്ക് വാങ്ങിക്കും, ഈ സ്റ്റോക്ക് വിൽക്കുന്നു. പക്ഷേ അവരൊന്നും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാതായിരിക്കും പറയുന്നത്. പക്ഷേ ത്രൂ സെബി ആറെ കൂടിയിട്ട് നമുക്കത് 100% സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു പരിധിവരെ നമുക്ക് ലോസിന് നമുക്കത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആലിസ്പ്ലൂൻ്റെ കസ്റ്റമേഴ്സിന് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ അഡ്വൈസറി സർവീസ്, അതായത് സെബി ആർ അഡ്വൈസറി സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമസ്കാരം. നമ്മളിന്ന് ആലിസ് ബ്ലൂവിൻ്റെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഫോണിലേക്കൊക്കെ മെസ്സേജ് വരാറുണ്ട്, സ്റ്റോക്ക് വാങ്ങൂ, ഇത് കറക്റ്റ് ടൈമാണ്, വിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് നമുക്കിന്ന് ഡയറക്റ്റായിട്ട് അനിൽ സാറിനോട് തന്നെ ചോദിക്കാം. സർ, നമുക്ക് ഈ ഫോണിലേക്ക് മെസ്സേജ് വരാറുണ്ട്, സ്റ്റോക്ക് വാങ്ങുന്നതിൻ്റെ കറക്റ്റ് ടൈമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ജെന്യുവിനായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ, നോട്ടിഫിക്കേഷൻ അങ്ങനെ വരുന്നത്? ഇല്ല, ഇത് നമ്മൾ ആദ്യം നോക്കണം. ആദ്യം വരുമ്പോൾ മെസ്സേജ് പലപ്പോഴും നമ്മൾ ഫുൾ കൂടി വായിച്ച് നോക്കാറില്ല. പിന്നെ പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ അറിയാൻ പറ്റുള്ളൂ, നമ്മൾ പലപ്പോഴും ഗ്രീഡി ആയി പോകും. പക്ഷേ നമ്മൾ ആദ്യം ഏതൊരു സാധനവും നമ്മൾ ആദ്യം പഠിക്കണം. നമ്മൾ പഠിക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇപ്പോൾ പുതിയ റെഗുലേഷൻ പറയാം, സെബിയുടെ RAസിന് മാത്രമേ കോഡ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പാടുള്ളൂ. സോ സെബിയുടെ റിസർച്ച് അനലിസ്റ്റ് ഉണ്ട്, അവർക്ക് മാത്രമേ അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. പല ബ്രോക്കർ ഫേമും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആലിസ്പ്ലൂ ഈ പറഞ്ഞ നമുക്ക് അബ്സല്യൂട്ട്ലി ഒരു റിസർച്ച് അഡ്വൈസറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ തന്നെ കോൾസ് അല്ലെങ്കിൽ തീരെ പറഞ്ഞ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആലിസ്പ്ലൂൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വായിച്ച് നോക്കും. പ്രത്യേകിച്ച് ഒരാൾ പറഞ്ഞുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ തന്നെ എങ്ങനെയാണ് ഇത് വാങ്ങിക്കുക, എന്തെങ്കിലും വിൽക്കുക, കുറച്ച് ഫണ്ടമെൻ്റലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. പലപ്പോഴും നമുക്കറിയാൻ പറ്റും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അനാവശ്യമായിട്ട് ഇഷ്ടമാതിരി മെസ്സേജ് വരുന്നുണ്ട്. ഈ നല്ല സമയമാണ്, പക്ഷേ നമ്മൾ നോക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫിനാൻസ് കൺസൾട്ടൻ്റ് ആയിട്ടൊന്ന് ചർച്ച ചെയ്യുക. പിന്നെ ആലിസ്പ്ലൂൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് അഡ്വൈസറി സർവീസ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊന്ന് മെയിനായിട്ടൊന്ന് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സർ, ആലിസ് ബ്ലൂവിൻ്റെ അഡ്വൈസറി സർവീസ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പറഞ്ഞ ഈ അഡ്വൈസറി സർവീസ് നമുക്കൊരു സെബിയുടെ റിസർച്ച് അനലിസ്റ്റ് നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസ് പെർ സെബിയുടെ റെഗുലേഷൻസ് പ്രകാരം നമുക്ക് ഈ പറഞ്ഞ ക്ലയൻസിന് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പാടുള്ളൂ. സോ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു റിസർച്ച് അഡ്വൈസറി ഇതുണ്ട്. നമ്മുടെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ചിട്ടും ഫ്രീ ആയിട്ട് അഡ്വൈസറി സർവീസ് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് തീർച്ചയായിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിരിക്കും. ഈ പറഞ്ഞ ഒരു കമ്പനിയെക്കുറിച്ചിട്ടും അതെല്ലാം നമുക്ക് ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും സെബിയിലെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതിന് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ കോൾസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയാണ് അതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് കീപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും അതൊരു സെബിയുടെ ഒരു ന്യൂ ഇനിഷ്യേറ്റീവ് ആണ്. പല ആൾക്കാർക്കും അത് അറിയുന്നില്ല. പല ആൾക്കാരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറ്റിക്കപ്പെടാറുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റോക്ക് വാങ്ങിക്കും, ഈ സ്റ്റോക്ക് വിൽക്കുന്നു. പക്ഷേ അവരൊന്നും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാതായിരിക്കും പറയുന്നത്. പക്ഷേ ത്രൂ സെബി ആറെ കൂടിയിട്ട് നമുക്കത് 100% സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു പരിധിവരെ നമുക്ക് ലോസിന് നമുക്കത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. സർ, ഈ അഡ്വൈസറി സർവീസ് എന്ന് പറയുന്നത് ചാർജബിൾ ആണോ, അതോ നമ്മുടെ ക്ലയൻസിന് മാത്രമുള്ളതാണോ? ആലിസ്പ്ലൂൻ്റെ കസ്റ്റമേഴ്സിന് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ അഡ്വൈസറി സർവീസ്, അതായത് സെബി ആർ അഡ്വൈസറി സർവീസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചാർജ് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാറില്ല. എപ്പോഴും നമ്മൾ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവയർനെസ് ആണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് അവയർനെസ്സിനെ ക്രിയേറ്റ് ചെയ്ത് അവർ വരട്ടെ, വന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സൗജന്യമായിട്ട് ക്ലാസ്സുകളും അഡ്വൈസറി സർവീസുകളൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ആലിസ്പ്ലൂ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.